നമസ്കാരം. രാമായണ കഥായാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാമായണ കഥയിലെ ആരണ്യകാണ്ഡത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആരണ്യകാണ്ഡം. അത്രി മഹർഷിയോട് വിട പറഞ്ഞു മൂവര് യാത്ര തുടരവേ വിരാധൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിച്ചു. ആയുധങ്ങളേറ്റു മരിക്കില്ല എന്ന് വരബലമുള്ള വിരാധനെ രാമലക്ഷ്മണന്മാർ അംഗഭംഗം വരുത്തി മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ വിരാധന് മോക്ഷം ലഭിക്കുകയും അവൻ വീണ്ടും തുമ്പുരു എന്ന ഗന്ധർവനായി തീരുകയും ചെയ്തു. വിരാധ നിർദ്ദേശപ്രകാരം അവർ സുതീക്ഷ്ണ മുനിയെ ദർശിച്ചു. രാമന്റെ ദർശനം ലഭിച്ച് സായുജ്യമടഞ്ഞ മുനി അവരുടെ മുന്നിൽ വെച്ച് അഗ്നിപ്രവേശം ചെയ്തു ബ്രഹ്മലോകം പൂക്കി. അതിനുശേഷം അവിടെയുള്ള മുനിമാരുടെ പേടി സ്വപ്നമായ രാക്ഷസന്മാരെ വധിച്ചു കൊള്ളാമെന്നും രാമൻ പ്രതിജ്ഞ ചെയ്തു. പിന്നീട് ശരഭംഗ മുനിയെ കണ്ടു വന്ദിച്ച് വീണ്ടും അവിടെ എത്തുമെന്ന് രാമൻ വാക്കുകൊടുത്തു. ഇങ്ങനെ ഓരോ പുണ്യാശ്രമങ്ങൾ സന്ദർശിച്ച് 10 വർഷത്തിനു ശേഷം മൂവര് വീണ്ടും ശരഭംഗാശ്രമത്തിൽ എത്തിച്ചേർന്നു. മുനിയുടെ നിർദ്ദേശമനുസരിച്ച് മൂവരും അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. മാനമുട്ടെ വളർന്ന വിദ്യന്റെ അഹങ്കാരം ശമിപ്പിച്ച കാവേരിയെ ദക്ഷിണ ഭാരതത്തിൽ എത്തിച്ച, മഹാസമുദ്രം കൈക്കുമ്പിളിലാക്കി കുടിച്ചു വറ്റിച്ച, വാതാപിയെയും ഉല്ലനെയും വധിച്ച മഹാത്മായ കുംഭസംഭവൻ അഗസ്ത്യമുനി അത്യധികം സന്തോഷത്തോടെ മൂവരെയും സ്വീകരിച്ചുപചരിച്ചു. പണ്ട് ദേവന്മാർക്ക് വേണ്ടി മഹാവിഷ്ണു അസുരനാശം വരുത്താൻ ഉപയോഗിച്ച വില്ലും അമ്പൊഴിയാത്ത 2 ആവനാഴിയും മുനിരാമന് സമ്മാനിച്ചു. മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീതാരാമലക്ഷ്മണന്മാർ ശേഷിച്ച വനവാസകാലം ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടി എന്ന സ്ഥലത്ത് പർണശാല കെട്ടി സസുഖം ജീവിച്ചു. പഞ്ചവടിയിലെ ഒരു വടവൃക്ഷത്തിന്റെ കൊമ്പിൽ മൂവരും ദശരഥന്റെ സുഹൃത്തും അരുണന്റെ പുത്രനും ഭീമാകാരനുമായ ജടായു എന്ന കഴുകനെ പരിചയപ്പെട്ടു. തന്റെ പുത്രിയെ പോലെ സീതയെന്നും രക്ഷിച്ചു കൊള്ളാമെന്നും ജടായു രാമന് വാക്കു നൽകുന്നു. ഒരു ദിവസം പഞ്ചവടിയിൽ എത്തിച്ചേർന്ന രാവണ സഹോദരി ശൂർപ്പണഖ രാമനെ കണ്ടു മോഹിതയായി. അദ്ദേഹത്തെ പതിയാക്കാനുള്ള അത്യാഗ്രഹത്തോടെ രാമനെ സമീപിച്ചു. താൻ ഏകപത്നിവ്രതനാണെന്ന് പറഞ്ഞു രാമനെ അവളെ ലക്ഷ്മണന് സമീപം അയച്ചു. താൻ ജ്യേഷ്ഠന്റെ വെറും സേവകൻ മാത്രമാണെന്നും പറഞ്ഞു ലക്ഷ്മണൻ അവളെ തിരിച്ചു രാമന്റെ സമീപത്തേക്കും അയച്ചു. ഇത് തുടർന്നപ്പോൾ കോപിഷ്ഠയായ ശൂർപ്പണഖ സീതയെ കൊല്ലാൻ ശ്രമിക്കുകയും ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവികളും ഛേദിച്ചു നിലത്തിടുകയും ചെയ്തു. ശൂർപ്പണഖ നേരെ ചെന്നു അർദ്ധ സഹോദരന്മായ ഖരരാക്ഷവീരന്മാരെ രാമൻ വധിച്ചു. കോപിഷ്ഠനായി വന്ന ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും അവരുടെ 14,000 വരുന്ന രാക്ഷസ സൈന്യത്തെയും രാമൻ ഒറ്റയ്ക്ക് നിന്ന് വെറും 3.25 നാഴിക കൊണ്ട് കാലപുരിക്കയച്ചു. യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ ശേഷിച്ച അഗമനൻ എന്ന രാക്ഷസനോടൊപ്പം ശൂർപ്പണഖ ലങ്കയിലേക്ക് ആകാശമാർഗേണ പോയി. രാമന്റെ കരവിരുതിന്റെ സ്മരണ തന്നെ വിറപ്പിക്കുന്നുണ്ടെങ്കിലും സഹോദരനായ രാവണന് മാത്രമേ രാമനെ തോൽപ്പിക്കാനാകൂ എന്ന് അവൾ മനസ്സിനെ സ്വയം വിശ്വസിപ്പിച്ചു. സീതയെ രാവണന് വേണ്ടി താൻ കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് തനിക്ക് ഈ ദുർവിധി ഉണ്ടായതെന്ന് അവൾ കള്ളം പറഞ്ഞു. രാവണന്റെ മുന്നിൽ അവൾ സീതയുടെ വിശദമായ സൗന്ദര്യ വർണ്ണന നടത്തി. രാമനെ കൊന്ന് സീതയെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ രാവണനെ പോലെ ഭാഗ്യവാനായി വേറെ ആരും ഉണ്ടാകില്ല എന്ന് അവൾ വ്യക്തമാക്കി. ഏതു വിധേനയും സീതയെ സ്വന്തമാക്കാൻ രാവണൻ തീർച്ചപ്പെടുത്തി. രാവണൻ അമ്മാവനായ മാരീചനെ ഭീഷണിപ്പെടുത്തി തന്നോടൊപ്പം സീതയെ അപഹരിക്കാനായി കൂടെ കൊണ്ടുപോയി. ദുഷ്ടനായ രാവണന്റെ കൈയാൽ മരിക്കുന്നതിലും ശ്രേഷ്ഠം ധർമ്മിഷ്ഠനായ രാമന്റെ കൈകൊണ്ടുള്ള മരണമാണെന്ന് കരുതി മാരീചൻ സ്വന്തം വിധി സ്വയം തെരഞ്ഞെടുത്തു. പഞ്ചവടിയിൽ എത്തിച്ചേർന്ന മാരീചൻ രാവണന്റെ ഇച്ഛ പോലെ ഇന്ദ്രനീല ശോഭയാർന്ന ഒരു മാനായി മാറി. മാനിനെ കണ്ട സീത അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. മായാമാനിൽ ലക്ഷ്മണന് സംശയം പ്രകടിപ്പിച്ചെങ്കിലും സീതയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രാമൻ ലക്ഷ്മണനെ സീതയുടെ കാലിനു നേർത്തി മാനിന്റെ പിന്നാലെ പോയി. മാരീചനായ മാൻ രാമനെ പർണശാലയിൽ നിന്ന് ദൂരെ അകറ്റി. ഒടുവിൽ രാമൻ മാൻ രാക്ഷസനാണെന്ന് തിരിച്ചറിഞ്ഞു അതിനെ ലക്ഷ്യമാക്കി ബാണം ചെയ്തു. രാമബാണമേറ്റ മാരീചൻ മരിക്കുന്നതിന് മുന്നേ രാമന്റെ ശബ്ദത്തിൽ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരഞ്ഞു. അത് കേട്ട് ഭയപ്പെട്ട് സീത ലക്ഷ്മണനോട് രാമനെ തിരഞ്ഞു ഉടൻ തന്നെ പുറപ്പെടാൻ ആവശ്യപ്പെടുന്നു. ഇത് രാക്ഷസന്റെ മായാണ് എന്നൊക്കെ ലക്ഷ്മണൻ സീതയോട് പറഞ്ഞെങ്കിലും സീത ഒന്നും ചെവിക്കൊണ്ടില്ല. ലക്ഷ്മണനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുത്തുവാക്കുകൾ സീത പറയുന്നു. ഒടുവിൽ സീത ആത്മഹത്യ ഭീഷണി കൂടെ മുഴക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ ലക്ഷ്മണൻ രാമനെ തിരഞ്ഞുപോയി.
ഇതേ സമയം ആശ്രമത്തിന് സമീപം മറഞ്ഞു നിന്ന രാവണൻ ഒരു മുനിയുടെ വേഷത്തിൽ വന്ന് സീതയോട് ഭിക്ഷ ആവശ്യപ്പെട്ടു. ഭിക്ഷ നൽകാതിരിക്കുന്നത് പാപമാണെന്ന് കരുതി പുറത്തിറങ്ങിയ സീതയോട് താൻ ആരെന്ന് രാവണൻ വെളിപ്പെടുത്തുന്നു. ശേഷം ഭയന്നുപോയ സീതയെ രാവണൻ ബലപൂർവ്വം പുഷ്പക വിമാനത്തിൽ പിടിച്ചിരുത്തി ലങ്കയിലേക്ക് യാത്രയായി.